കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. കാവ്യം സുഖേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ. ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണം. സാനന്ദരൂപം സകല പ്രബോധമാനന്ദനാഥാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ഒരു രാമായണ മാസം കൂടി എത്തുന്നു. ഭക്തിരസപ്രധാനമായി മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ സദ്ഭരണത്തിൻ്റെയും ബഹുമാന്യരായ മാതാപിതാക്കളെയും സംഭൂജ്യരായ ഗുരുവരന്മാരെയും സഹോദര സ്നേഹ സന്ദർഭങ്ങളെയും ഉദാത്തമായി അവതരിപ്പിക്കുന്ന ഒരു ഉത്തമ ഇതിഹാസമാണ് നമ്മുടെ രാമായണം. രാമായണ മാസമായ കർക്കിടകത്തിൽ നിത്യവും ഭക്തിപൂർവം രാമായണം പാരായണം ചെയ്യുന്നത് നമ്മുടെ മലയാളി മനസ്സിൻ്റെ സാംസ്കാരിക പ്രതീകമാണ്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്തി പുരസ്സരം രാമകഥ കേട്ടിരുന്ന ഒരു രീതി പ്രത്യേകിച്ചും ഹിന്ദു കുടുംബങ്ങളിൽ കണ്ടിരുന്നു. നഷ്ടപ്പെടാതെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ചിട്ടയായ ജീവിത രീതി നാം അനുകരിച്ചു വരുന്നു. കുട്ടികൾക്ക് കൂടി ആസ്വാദ്യകരമായ രീതിയിൽ രാമായണ കഥകൾ പങ്കുവെച്ച് രാമായണ മാസാചരണം അനുഷ്ഠിക്കാം. എല്ലാവരെയും ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയ് ശ്രീറാം, ജയ് ആഞ്ജനേയ സ്വാമി. അവതാര പുരുഷനായ ശ്രീരാമൻ്റെ കഥ ഭക്തി നിർഭരമാണ്. കേട്ടോളൂ, ശ്രദ്ധിച്ച് കേട്ടോളൂ. രാമായണം രാമൻ്റെ കഥയാണ്, സീതയുടെയും. ശ്രീരാമൻ ആരാ? മഹാവിഷ്ണുവിൻ്റെ അവതാരം. ദുഷ്ടനായ രാവണനെ കൊല്ലാൻ അവതാരമെടുത്തു. രാവണൻ രാക്ഷസ ചക്രവർത്തിയാണ്. അവൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ എല്ലാവരും വലഞ്ഞു. ദിനംപ്രതി രാക്ഷസന്മാർ പെറ്റുപെരുകി. ഭൂമിയുടെ ഭാരം വർദ്ധിച്ചു. ഭൂമിദേവി തളർന്നു. സങ്കടം ആരോട് പറയും? കാര്യങ്ങൾ ബ്രഹ്മദേവനോട് പറയുക തന്നെ. ഒടുവിൽ ഭൂമിദേവി തീരുമാനിച്ചു. ബ്രഹ്മദേവൻ എല്ലാം അറിയേണ്ടവനല്ലേ? പശുവിൻ്റെ രൂപം ധരിച്ച് ഭൂമിദേവി ബ്രഹ്മലോകത്തേക്ക് പോയി. ബ്രഹ്മാവിനെ കണ്ടു. വിവരങ്ങൾ ഉണർത്തിച്ചു. ബ്രഹ്മാവ് എല്ലാം ശ്രദ്ധിച്ച് കേട്ടു. മുമ്പ് രാവണന് വരം നൽകിയിട്ടുള്ളത് ബ്രഹ്മാവാണ്. കൊടുത്ത വരം തിരിച്ചെടുക്കാൻ കഴിയുമോ? രാവണനാണെങ്കിൽ വരം വാങ്ങി ശക്തനായി തീർന്നു. ഇനി രക്ഷിക്കാൻ മഹാവിഷ്ണുവിനെ കഴിയൂ. ഭഗവാൻ വഴി കണ്ടെത്താതിരിക്കില്ല. ബ്രഹ്മദേവൻ ദേവിയെ സമാധാനിപ്പിച്ചു. ഇന്ദ്രനെ വരുത്തി. മറ്റെല്ലാ ദേവന്മാരെയും. എല്ലാവരും ചേർന്ന് മഹാവിഷ്ണുവിനോട് സങ്കടം പറയാൻ പാലാഴിക്കടലിൻ്റെ തീരത്തേക്ക് തിരിച്ചു. ലോകത്തിൽ അധർമ്മം വർദ്ധിച്ചിരിക്കുന്നു. പൊറുക്കാൻ വയ്യ. ദുഷ്ടന്മാരെ കൊന്ന് രക്ഷിക്കണം. ദേവന്മാർ കടൽക്കരയിൽ നിന്ന് മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ചു. ഒരു കൂട്ട പ്രാർത്ഥന. ഭഗവാനേ, രാവണൻ എന്നൊരു രാക്ഷസനുണ്ട്. അവൻ വല്ലാതെ ഉപദ്രവിക്കുന്നു. ആ വിശ്രവസിൻ്റെ പുത്രൻ 3 ലോകത്തും ആരെയും പൊറുപ്പിക്കുന്നില്ല. ഒരു നിലയ്ക്ക് ഞാൻ തന്നെയാണ് തെറ്റുകാരൻ. വരം കൊടുത്തപ്പോൾ ഇത്രയും വലിയ അപകടകാരിയാകുമെന്ന് കരുതിയില്ല. മനുഷ്യൻ്റെ കൈകൊണ്ട് മാത്രമേ അവൻ മരിക്കൂ എന്ന് വരം നേടുകയാൽ ആ മാർഗം ഉപയോഗിച്ച് ഞങ്ങളെ രക്ഷിക്കണം. പണ്ട് കാശ്യപ മഹർഷി മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. കഠിന തപസ്സാകിയാൽ വരം കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്തായിരുന്നു വരം ചോദിച്ചതെന്നോ? മഹർഷിയുടെ മകനായി മഹാവിഷ്ണു പിറക്കണം. അന്ന് നൽകിയ വരം രാവണന് നേരെ പ്രയോഗിക്കാം. ഭഗവാൻ തീരുമാനിച്ചു. ദേവന്മാരെ രക്ഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഉത്തര കോസലം എന്നൊരു രാജ്യമുണ്ട്. പ്രസിദ്ധമായ അയോധ്യയാണ് അതിൻ്റെ തലസ്ഥാനം. കശ്യപ മഹർഷി അവിടെ ദശരഥ രാജാവായി ജനിച്ചു. പ്രജാവത്സലനാണ്, ധർമ്മിഷ്ഠനാണ്. സൽഭരണം കാഴ്ചവെച്ചു. സർവരും പുകഴ്ത്തി. ദശരഥ മഹാരാജാവ് കുട്ടികൾ ഉണ്ടാവാത്തതിലുള്ള ദുഃഖം അനുഭവിക്കുന്ന കാലം. പരിഹാരം കണ്ടെത്താൻ ആർക്കും കഴിയുന്നില്ല.
ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി കൗസല്യ രാജ്ഞിയിൽ അവതരിക്കാം. ദശരഥൻ്റെ മറ്റു രാജ്ഞിമാരിൽ അനുജന്മാരും പിറക്കും. അടുത്താണ് ജനകരാജ്യം. അവിടെ ലക്ഷ്മി ദേവിയും ജനിക്കും. ദേവിയോടൊപ്പം ചേർന്ന് വേണ്ടത് ചെയ്തു കൊള്ളാം. ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അവതാര രഹസ്യം കേട്ട് സന്തോഷിച്ചു. രാക്ഷസന്മാരെ അമർച്ച ചെയ്യാൻ ബ്രഹ്മാവ് സർവ്വവിധ സഹായവും വാഗ്ദാനം ചെയ്തു. മഹാവിഷ്ണു ആവശ്യപ്പെട്ടു, ദേവന്മാരെല്ലാം കുരങ്ങന്മാരായി ജനിക്കണം. വാനരന്മാരുടെ പട രാവണ യുദ്ധത്തിന് ആവശ്യമാണ്. മഹാവിഷ്ണുവിൻ്റെ ആവശ്യം ദേവന്മാർ സ്വീകരിച്ചു. നന്മയ്ക്കുള്ളതല്ലേ? ആർക്കും ഇഷ്ടക്കേട് തോന്നിയില്ല. കുലഗുരു വസിഷ്ഠനും വേദപണ്ഡിതന്മാരും ഋഷിശ്രേഷ്ഠന്മാരും അയോധ്യയിൽ തിരക്കിട്ട ആലോചന തുടങ്ങി. പുത്രസൗഭാഗ്യത്തിനുള്ള യാഗം പുത്രികാമേഷ്ടിയാണ്. തപോനിധിയായ ഋഷ്യശൃംഗൻ്റെ നേതൃത്വത്തിൽ മഹായാഗത്തിന് രൂപം നൽകി. 4 പുത്രന്മാർ ജനിക്കാനുള്ള യോഗം കാണുന്നു. വസിഷ്ഠ മഹർഷി ദശരഥനെ സമാധാനിപ്പിച്ചു. യജ്ഞാവസാനം തീർച്ചയായും ഫലം കാണും. ശാസ്ത്രവിധി പോലെ ദശരഥൻ യാഗം നടത്താൻ തീരുമാനിച്ചു. തത്വശാസ്ത്രമനുസരിച്ച് യാഗശാല ഉയർന്നു. ഋഷ്യശൃംഗ മഹർഷിയെയും ഭാര്യ ശാന്താദേവിയെയും യജ്ഞത്തിൻ്റെ കാർമ്മിക നേതൃത്വം ഏൽപ്പിച്ചു. ദശരഥൻ യാഗദീക്ഷ കൈക്കൊണ്ട് പത്നിമാർ വ്രതമനുഷ്ഠിച്ചു. വസിഷ്ഠ മഹർഷി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. യജ്ഞം ആരംഭിച്ചു. മന്ത്രപുരസരം ഹോമകുണ്ഡത്തിൽ ആചാര്യന്മാർ ആഹൂതികൾ അർപ്പിച്ചു. ഹോമകുണ്ഡം ജ്വലിച്ചു. അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. ആ തേജോരൂപം സ്വർണ്ണപാത്രത്തിൽ പായസം നൽകി. പുത്രസൗഭാഗ്യത്തിന് ദേവകൾ ഉണ്ടാക്കിയ ദിവ്യ പായസം. ദശരഥൻ പായസം സ്വീകരിച്ചു. ഋഷ്യശൃംഗനെയും വസിഷ്ഠനെയും തൊഴുതു. അവരുടെ അനുമതിയോടെ പായസം 2ആയി പകുത്തു. ഒരു പങ്ക് കൗസല്യയ്ക്കും മറ്റേ പങ്ക് കൈകേയിക്കും കൊടുത്തു. അതിനുശേഷമാണ് സുമിത്ര എത്തിയത്. ചേട്ടത്തിമാർ 2 പേരും പായസത്തിൽ നിന്ന് ഓരോ പങ്ക് സുമിത്രയ്ക്കും കൊടുത്തു. 3 ഭാര്യമാരും ഗർഭം ധരിച്ചു. ദശരഥൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കൗസല്യ പ്രസവിച്ചു. നാളു പുണർദം. നീല നിറം, മഞ്ഞപ്പട്ടുടുത്തിരിക്കുന്നു. തലയിൽ സ്വർണ്ണ കിരീടം, കാതിൽ കുണ്ടലങ്ങൾ, താമര പോലത്തെ കണ്ണുകൾ, 4 കൈകൾ, എല്ലാ കയ്യിലുമുണ്ട് ആയുധങ്ങൾ. ശംഖ്, ചക്രം, ഗദ, താമര. അതാ മഞ്ഞപ്പട്ടിനു മീതെ അരയിൽ കിങ്ങിണി, മാറിൽ വനമാല, വള, ചിലമ്പ്. എന്തൊക്കെ ആഭരണങ്ങളാണെന്നോ! കണ്ടാൽ കൊച്ചു മഹാവിഷ്ണുവിനെ പോലെ തന്നെ. അതെ, മഹാവിഷ്ണു ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി പിറന്നിരിക്കുന്നു. അത്ഭുതം തന്നെ. കൗസല്യ ഭഗവാന്റെ പൂർണ്ണരൂപം കണ്ട് ഭഗവാനെ സ്തുതിച്ചു. ഇതിൽ കൂടുതൽ ഭാഗ്യം എന്തു വേണം? ഭഗവാൻ തന്നെ മകനായി ജനിച്ചിരിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ രൂപമല്ലേ ഈ കണ്ടത്? കഴിഞ്ഞ ജന്മത്തിൽ കൗസല്യയും ദശരഥനും ചെയ്ത പുണ്യം. കൈകേയി പ്രസവിച്ചു ഭരതനെ. സുമിത്രയ്ക്ക് 2 കുട്ടികൾ. ഒന്ന് ലക്ഷ്മണൻ, മറ്റേത് ശത്രുഘ്നൻ. രാജഗുരു കുട്ടികൾക്കെല്ലാം പേരിട്ടു. എല്ലാവരും മഹാവിഷ്ണുവിൻ്റെ അംശങ്ങളാണെങ്കിലും ലക്ഷ്മണൻ ശ്രീരാമനോടും ശത്രുഘ്നൻ ഭരതനോടുമാണ് കൂടുതൽ കൂട്ട്. 4 മക്കളും രാജകൊട്ടാരത്തിൽ കളിച്ചു വളർന്നു. മിടുക്കന്മാരായ കുട്ടികൾ, പൊന്നോമനകൾ. അച്ഛനും അമ്മമാർക്കും മാത്രമല്ല, അയോധ്യയ്ക്കും ലോകത്തിന് തന്നെയും. രാജകുമാരന്മാർ വളർന്നു വലുതായി. ഉപനയനം കഴിഞ്ഞു. വേദവും ശാസ്ത്രവും പഠിച്ചു. ആയുധവിദ്യയിൽ 4 പേരും മിടുക്കന്മാരായി തീർന്നു. ഗുരുവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് രാജകുമാരന്മാർ ലോകനാഥന്മാരായി തീർന്നു. വിലാളികളായ മക്കളെ കണ്ട് ദശരഥ മഹാരാജാവ് അഭിമാനം കൊണ്ടു. അമ്മമാരോ അവരെ താലോലിച്ചു. കാണാൻ കുറിച്ചുണ്ടായ മക്കളല്ലേ. സന്തോഷത്തിൽ മുഴുകി നാളുകൾ കടന്നുപോയി.